ഹാംസ്റ്റർ കോമ്പാക്റ്റ്. എന്താണ് ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ്? കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് വീഡിയോസൊക്കെ ഇതിനെക്കുറിച്ചാണ്. ഇതിൻ്റെ ഒരു അഡിക്റ്റായ ഒരു സുഹൃത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ എന്തായാലും ഉണ്ടാകും. ഇതുപയോഗിക്കുന്ന ഭൂരിഭാഗം പേരും ഇതൊരു സ്കാമാണോ റിയലാണോ എന്ന് ഡൗട്ടുള്ളവർ ആയിരിക്കും. എന്നാൽ കൂടിയും അഥവാ ബിരിയാണി കിട്ടിയാലോ എന്ന മട്ടിലാണ് പലരും ഇതിനെ കാണുന്നത്. ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഇതൊരു ടെലഗ്രാം ബേസ്ഡ് ബോട്ടാണ്. ഇതിൽ ഒരു കോയിൻ ഏണിംഗ് റിവാർഡ് സിസ്റ്റം വെച്ചിരിക്കുകയാണ്. വിവിധതരം ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാവുന്നതാണ്. ഈ കിട്ടുന്ന കോയിൻസ് യൂസ് ചെയ്ത് വിവിധ ഷെയറുകൾ വാങ്ങി പ്രോഫിറ്റ് ഏൺ ചെയ്യാവുന്നതാണ്. ഈ പ്രോഫിറ്റ് ഷെയർ കൺവേർട്ട് ചെയ്ത് നോട്ട് കോയിനും ഹാംസ്റ്റർ കോയിൻസുമായി എക്സ്ചേഞ്ച് ചെയ്യാമെന്നാണ് ഇതിൻ്റെ ഡെവലപ്പേഴ്സ് ബോട്ട് ഇൻസ്ട്രക്ഷൻസിൽ മെൻഷൻ ചെയ്യുന്നത്. ഇത് റിയലാണോ സ്കാമാണോ എന്നാണ് മിക്കവരുടെയും മെയിൻ ചോദ്യം. ഇതിന് കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റില്ല. കാരണം ഈ ബോട്ടിൻ്റെ ഒറിജിൻ എന്താണെന്നോ ഡെവലപ്പേഴ്സ് ആരാണെന്നോ എന്തിനാണ് ഇത്രയധികം ഫണ്ട് റേസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു കൺഫേം ഇൻഫർമേഷനും അവൈലബിൾ അല്ല. 11 വർഷം മുമ്പ് ഇതുപോലെ പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ആയ ക്രിപ്റ്റോ ആയിരുന്നു ബിറ്റ്കോയിൻ. അന്ന് ബിറ്റ്കോയിന് വെറും $1 ഉണ്ടായ സമയം. ഇന്നിപ്പോൾ ഏകദേശം 54 ലക്ഷം രൂപയോളമാണ് മാർക്കറ്റിൽ 1 ബിറ്റ്കോയിന് വില വരുന്നത്. എങ്കിലും ലേറ്റസ്റ്റ് ന്യൂസുകൾ വെച്ച് നോക്കുമ്പോൾ ചെറിയ പ്രതീക്ഷയാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റ് പ്ലേയേഴ്സിന് വരുന്നത്. ടോപ്പ് 10 ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽപ്പെട്ട KuCoin പ്രീ ഇൻട്രൊഡക്ഷൻ ലിസ്റ്റിൽ വന്നിരിക്കുകയാണ് ഹാംസ്റ്റർ കോയിൻസ്. ഇതിൽ പറയുന്ന പ്രകാരം ജൂലൈ 28 കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ആവറേജ് കോയിൻ റേറ്റും അതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹാംസ്റ്ററിൻ്റെ ഈ ഹൈപ്പ് ഉള്ളത് കൊണ്ടാണ് ബാക്കിയുള്ള ക്രിപ്റ്റോ കറൻസികളുടെ വാല്യൂസും ചെറുതായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. കൂടാതെ ടെലഗ്രാം അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരവധി ക്രിപ്റ്റോ സപ്പോർട്ടിംഗ് ബോട്ടുകളും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ബോട്ടാണ് ട്രോണിക്സ് ആപ്പ്. ഈ ബോട്ട് വഴി ട്രോൺ ആൻഡ് ഷിപ്പ് കോയിൻസ് മൈനിങ് ചെയ്യാം എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇത് മൈനിങ് ആയി കണക്കാക്കാൻ സാധിക്കില്ല. കാരണം ഇതൊരു ഇൻട്രൊഡക്ടറി ബോണസ് ആണ്. ഈ താഴെ കാണുന്ന ആഡ് കണ്ടാൽ മനസ്സിലാകും. ഇതുവഴി ഒരു ബോട്ട് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ അവിടെ വിവിധ ഇനം ഗെയിമുകൾ കാണാം. പോക്കർ പോലുള്ള ക്യാഷ് വെച്ചുള്ള ഗെയിംസാണ്. ഇതിലേക്ക് ആളുകളെ ആകർഷിക്കാനായി ഇൻട്രൊഡക്ടറി ബോണസായിട്ട് ഏകദേശം $500 മില്യൺ അവർ മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ബോട്ട് വെച്ച് മാസം ഏകദേശം ഒരു 15 ട്രോൺ വരെ ഉണ്ടാക്കാം. 20+ ട്രോൺ ആയാൽ വാലറ്റിലേക്ക് വിഡ്രോ ചെയ്ത് എക്സ്ചേഞ്ചിലിട്ട് ക്യാഷ് ആക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ റേറ്റ് കൂട്ടാൻ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തും ട്രോൺ ആഡ് ചെയ്യാം. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്ത ശേഷം ബോട്ടിൻ്റെ പ്രവർത്തനം റദ്ദ് ചെയ്യുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള റിട്ടേണും ബാക്കപ്പും ലഭിക്കുകയില്ല. ഇൻവെസ്റ്റ് ഒന്നും ചെയ്യാതെ കിട്ടിയ ക്യാഷ് വെച്ച് പോകുന്നതായിരിക്കും നല്ലത്. ഹാംസ്റ്റർ കോമ്പാക്റ്റ് പോലെയുള്ള ടാപ്പിംഗ് ഗെയിംസ് എത്രത്തോളം സുതാര്യതയുണ്ടെന്ന് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല. ടെലഗ്രാം ബോട്ടായതിനാൽ ഡാറ്റ ലീക്കേജ് ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കാം. എങ്കിലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ലിങ്കും ടാസ്കും കണ്ണുമടച്ച് ചെയ്യുന്നത് വളരെ റിസ്ക് ആയിരിക്കും. ഇത്തരത്തിൽ അവൈലബിൾ ആയിരിക്കുന്ന ഏറെക്കുറെ ബോട്ട്സും സ്കാനിങ്ങിൻ്റെയും ഹാക്കിങ്ങിൻ്റെയും കിങ്ങുകളായ റഷ്യൻസാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഏതൊരു കാര്യമാണെങ്കിലും വെറുതെ കിട്ടില്ല എന്നുള്ള കാര്യം മറക്കാതിരിക്കുക.